മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. എനിക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്നോട് ഈ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞ എന്റെ അടുത്ത് വന്നത്. എനിക്ക് അപ്പിയർ ചെയ്യാൻ സമയമില്ല. ഞാൻ പിന്നെ അഡ്വക്കേറ്റ് രാജഗോപാലിനെ വിളിച്ചു. അദ്ദേഹം ചൂസ് ചെയ്തതാ താങ്കളുടെ പേര്. എനിക്ക് കേസ് എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പ്രത്യേകിച്ച് ആരതി വർമ്മയെ പോലുള്ള ഒരാളുടെ ശുപാർശ എന്ന് പറയുമ്പോ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ കാര്യ. ഞാനത് കുറച്ച് ഫോളോ ചെയ്യാൻ ശ്രമിച്ചതാ. പിന്നെ അതങ്ങ് വിട്ടു. നല്ല തിരക്കുണ്ടേ. ഓക്കെ, എന്തെങ്കിലും സംശയം തോന്നിയാ വിളിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും. ഇതില് എല്ലാ പേപ്പേഴ്സും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സാറേ, ഈ ഉണ്ണികൃഷ്ണൻ വക്കീല് ഉണ്ട്. സാറേ, ഒരു ക്ലയന്റ് ഉണ്ടേ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ആ, വരൂ. ഇരിക്കൂ. സാറേ, കേസിന്റെ കാര്യങ്ങള് സാർ ഇന്ന് തന്നെ തുടങ്ങി വെക്കണം. ഞാൻ പറഞ്ഞ തുക ഇതല്ലല്ലോ. കണിമംഗലത്ത് പ്രിയങ്കമോളുടെ കുറച്ച് സ്വർണം ഇരിക്കുന്നുണ്ട്. അവളത് എടുക്കാൻ പോയിരിക്ക. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാ അത് വിറ്റ് കിട്ടുന്ന മുഴുവൻ പണവും ഇവിടെ എത്തിച്ചോളാം. ഓക്കെ, കേസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ സാറേ, ആ രാധികയെ വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചേ പറ്റൂ. വരുണിന്റെ കൂടെ എന്റെ മോള് പ്രിയങ്ക തന്നെ ജീവിക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പണത്തിന്റെ കാര്യത്തിൽ പിന്നെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. ഞങ്ങള് വാക്കൊന്നും തെറ്റിക്കില്ല സാറേ. ആ സ്വർണങ്ങളല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷേ അത് ഇന്ന് കിട്ടും, അത് ഉറപ്പാ. എങ്കിൽ നിങ്ങളെ ഞാൻ വിളിച്ചോളാം. ശരി സാറേ. സോറി ആയിരുന്നു. അതിനെന്താ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ പൂർണ്ണമായി വിശ്വസിക്കുക. പിന്നെ ഫീസിന്റെ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചാ മതി. ഞാൻ അതിലിടപെടും. ഞാൻ പറയുന്നത് അവര് പോകാനുള്ള സാധ്യതകളെ പറ്റിയാ. അത് അവരുടെ തന്ത്രം. ഇനി അതിന് മറുതന്ത്രങ്ങൾ മെനയാൻ നമുക്ക് പറ്റണം. എന്റെ മോളെ, നിയമത്തിന്റെ നൂലാമാലകളെ പറ്റി എനിക്കും അറിഞ്ഞൂടാ, ശ്യാമയ്ക്കും അറിഞ്ഞൂടാ. അത്തരം കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ, പിന്നെന്താ. കേസിന്റെ കാര്യങ്ങൾ സമ്പൂർണമായും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്നും എന്റെ രാധിക മോക്ക് ഓരോ പ്രതിസന്ധികളാ. സ്വന്തം അമ്മയായി ഞാൻ തൊട്ടടുത്തുണ്ടായിട്ടും എന്തും ചെയ്യാനുള്ള പ്രാപ്തി എനിക്ക് ഉണ്ടായിട്ട് പോലും അവൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവല്ലേ. മോളെ, ഈ കേസ് എങ്ങനെയെങ്കിലും നീ ജയിക്കണം. ചെറിയമ്മയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും അവൾക്ക് വേണ്ടി ചെയ്യാനില്ല. ചെറിയമ്മയ്ക്ക് ദൈവത്തിൽ വിശ്വാസമല്ലേ? ദൈവം അംഗീകരിച്ച ബന്ധം ഏതാ? വരുണും രാധികയും തമ്മിലുള്ളത്. അപ്പൊ പിന്നെ അത് നിലനിൽക്കണം. അതല്ലാത്തതെല്ലാം